എന്റെ മോനെല്ലാ കാര്യങ്ങളും ചെയ്യണത്. ഇനി എനിക്ക് ആരുണ്ട്? എനിക്ക് എന്റെ കുട്ടീന്റെ അടുത്തേക്ക് പോയാൽ മാത്രം മതി. എനിക്ക് ഇനി വേറെ ഒന്നും വേണ്ടേ. ആർക്കും കൊടുക്കട്ടെ, ആർക്കും അങ്ങനത്തെ രോഗം ഞാൻ കൊടുക്കട്ടെ. അയ്യോ, ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല രസമായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അയാൾ അങ്ങനെ ഒത്തി പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്ന് മാധ്യമങ്ങളിൽ ഞാൻ ആ ദീപകിന്റെ വീട്ടിലുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടു. ആ ഒരു വൈറലാവാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തിട്ട് അവസാനം മനം നൊന്നിട്ട് കോഴിക്കോടുള്ള ഒരു ഗോവിന്ദപുരത്തുള്ള ദീപക്ക് സ്വയം ജീവനൊടുക്കില്ലേ. ഓൻ്റെ അമ്മയുടെ ആ കരച്ചിൽ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഓൻ്റെ അമ്മ മാത്രമല്ല, ഓൻ്റെ അമ്മ, അവൻ ജോലി ചെയ്യുന്ന കടയുടെ ഉടമ, അവൻ്റെ സുഹൃത്തുക്കളൊക്കെ ആണുങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയാം. എന്തുമാത്രം നിരപരാധിയായിരിക്കില്ല ആ മനുഷ്യൻ. ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു പാവം യുവാവിൻ്റെ ജീവനൊടുക്കിയിട്ട് ഇപ്പോൾ അവൾ അവസാനം ചെയ്തതെന്താണ്? എനിക്ക് ഓള് ദുബായിലേക്ക് മുങ്ങിക്കണമെന്നാണ് കേൾക്കുന്നത്. മുങ്ങാളെ ശ്രമം എന്ന് പറഞ്ഞിട്ട് മുങ്ങിക്കണം. കാരണം ഓള് ദുബായിലായിരുന്നു. ഓളൊരു മുസ്ലിം ലീഗിൻ്റെ ഒരു എന്താ പറയുക നേതാവും അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ട് 5 വർഷം കഴിഞ്ഞ ഒരാളാണ്. ഇപ്പോൾ പോലീസ് FIR പോലും ഇട്ടിട്ടില്ല. ഇതൊക്കെ വേറെ രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട്. യുവമോർച്ചക്കാർ രംഗത്തിറങ്ങി. കാരണം ഇവള് മുസ്ലിമാണല്ലോ. ആ രീതിയിലൊക്കെ ഇത് നമ്മൾ വിചാരിക്കണ പോലെയൊന്നല്ലേ ഈ കേസുകൾ പോകുന്നത്. ഒരാൾ പോലും ഷിംജിത മുസ്തഫ മുസ്ലിമാണെന്ന് കരുതിയിട്ട് ഒരാൾ പോലും അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾ വേറൊരാളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. വേറൊരു ഇതാണെങ്കിൽ സപ്പോർട്ടിംഗ് ഒക്കെ മാറും. അപ്പോൾ ഇപ്പോൾ ഇത് യുവമോർച്ച ഏറ്റെടുക്കുന്ന രീതിയിൽ FIR പോലും ഇട്ടിട്ടില്ല. ഇവരിപ്പോൾ ദുബായിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാവണം. കാരണം ഇല്ലെങ്കിൽ നാളെ ആർക്കും സംഭവിക്കാവുന്ന ഒരു ദുരന്ത. ഒരുപാട് സ്ത്രീകൾക്ക് ഇതുപോലെ പുരുഷന്മാരിൽ നിന്ന് ഏൽക്കുന്ന കേസ് ഉണ്ടാവലുണ്ട്. ഇവരുടെ ഒറ്റ കാരണം അതും കൂടി എന്തായി റദ്ദ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഞാനിന്ന് ആ ഒരു കാഴ്ച കണ്ടു. ആ അമ്മയുടെ സംസാരം, ആ കേൾക്കാ നിങ്ങൾ കണ്ടോക്കി. എന്റെ മോനെല്ലാ കാര്യങ്ങളും ചെയ്യണത്. ഇനി എനിക്ക് ആരുണ്ട്? എനിക്ക് എന്റെ കുട്ടീന്റെ അടുത്തേക്ക് പോയാൽ മാത്രം മതി. എനിക്ക് ഇനി വേറെ ഒന്നും വേണ്ടേ. ആർക്കും ഇങ്ങനെ കൊടുക്കട്ടെ, ആർക്കും അങ്ങനത്തെ രോഗം ഞാൻ കൊടുക്കട്ടെ. അയ്യോ, ഞാനെങ്ങനെ സഹിക്കുന്നതൊക്കെ എനിക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും എന്തൊരു സ്നേഹമുള്ള ഒരു അമ്മയാണ്. കാരണം ആ അമ്മക്ക് ആ മകനില്ലാതെ ജീവിക്കാൻ പറ്റൂല. ഒരു പച്ച പാവാണ് അത്രയും ദീപക്ക്. ഒരു കടയിൽ ജോലി ചെയ്യണം, ഭാര്യയുമായിട്ട് എന്തോ പ്രശ്നം കാരണം അകന്ന് കഴിയാണ്. ഈ ഷിംജിത മുസ്തഫനെ കുറിച്ചും പറഞ്ഞേക്കുന്നത് അങ്ങനെ തന്നെയാണ്. അവളും ഭർത്താവുമായിട്ട് അകന്ന് കഴിയുന്ന ഒരാൾ തന്നെയാണ്. അവൾ മെമ്പറായിരിക്കുക അവസാന വർഷം ഗൾഫിൽ പോയി, പിന്നെ ദുബൈയിലാണ്. അപ്പം അങ്ങനെ മുങ്ങി. നല്ല പണി കൊടുക്കണം. പണി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിയമപരമായ പണി കേട്ടോ. അല്ല സൈബർ അറ്റാക്ക് നടത്തിയിട്ട് അതിലൊന്നും കാര്യമില്ല. അപ്പോൾ അതിന് മുൻപ് നവീൻ ബാബു എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇതുപോലെ സ്വയം ജീവനൊടുക്കിയപ്പോൾ ദിവ്യ എന്ന് പറയുന്ന CPM-ൻ്റെ ഒരു നേതാവിനെതിരെ എന്തൊക്കെ സൈബർ ആക്രമണമായിരുന്നു. അന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷക്കാരുണ്ട്. ഇന്ന് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗുകാരായിട്ട് ആരും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മുസ്ലിം ലീഗരൊക്കെ വളരെ മാന്യന്മാരാണ്. പരോക്ഷമായിട്ട് രക്ഷിക്കാൻ വേണ്ടിയൊന്നും കാണിക്കണില്ല. മറ്റേത് അന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി കുറേ പേരുണ്ടായിരുന്നു. ഇനി ഈ ഒരു അമ്മയുടെ കരച്ചിൽ മാത്രമല്ല, ഇവരുടെ കടയുടമ ഉണ്ടായിരുന്നല്ലോ, അയാളൊക്കെ നെഞ്ചു പൊട്ടി കരയണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം നിഷ്കളങ്കനായിരിക്കും ഇയാൾ. വെള്ളിയാഴ്ച രാത്രി തന്നെ എനിക്കൊരാൾ ട്രിവാൻഡ്രം സൈഡിലൊരാൾ കമൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ദീപക്കാണോ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ദീപക്കാണ്. അപ്പോൾ അതിനകത്ത് ദീപക്കിൻ്റെ ഭാഗത്തൊരു തെറ്റില്ലെന്ന് ഞാൻ പുള്ളിയുടെ അടുത്ത് അപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു രാത്രി ഒരു 11:15 എനിക്ക് ആ ഫസ്റ്റ് ആൾ അയച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് വീട്ടിലായിരുന്നില്ല. അപ്പോൾ ഒരു 12 മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞ ശേഷം ഇങ്ങനെ കടന്നപ്പോൾ ഇങ്ങനെ കമൻസ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ആ കമൻസ് നോക്കിയ സമയത്ത് ഒത്തിരി പേര് ദീപകിൻ്റെ ഭാഗത്തൊരു കുറ്റം പറയുന്നില്ല. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ ഷിംജിത മുസ്തഫയുടെ ന്യായീകരണങ്ങൾ കേട്ടോ, അവരിപ്പോഴും ഉറച്ചു നിൽക്കുന്നത് തനിക്കെതിരെ ലൈംഗിക അതിക്രമണം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ്. കാരണം അവരോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഈ സംഭവം നടന്ന് ഈ ദീപക് മരണപ്പെട്ടതിന് ശേഷം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഷിംജിത പറഞ്ഞ വാക്കുകളൊന്ന് കേട്ടു. അപ്പം മനസ്സിലാവും മോളെ ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത്. ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുക ഞാൻ പറഞ്ഞുതരാം ഈ ഒരു വാക്കുകൾക്ക്. ഇപ്പൊ ഇത് നിങ്ങൾ വീഡിയോ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കിയുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവമാണ് സമൂഹ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. എന്തായിരുന്നു സംഭവം? നിങ്ങൾക്ക് ആ ബസ്സിലുണ്ടായ അനുഭവം എന്താണെന്ന് പറയാം. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല രസമായിരുന്നു ബസ്.
അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അയാൾ അങ്ങനെ ഒത്തി പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാവും കാണുമ്പോ തന്നെ. അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല, ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാളത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു, കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിലും ഞാനുണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാൾ അത് ചെയ്തു. ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി. കേട്ടല്ലോ, ഒരു തരിമ്പ് പോലും കുറ്റബോധം ഓൾക്കുണ്ടോ? അവൾ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അവൾ ചെയ്യുന്ന ഗൗരവം എന്താ പറയുക? ഇവൾ ഈ ഒരു ചാനലിന് ഇവളെ ഇൻസ്റ്റാ പേജിന് ആകെ 90,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത്. ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഇവളൊരു വീഡിയോ ഇട്ടല്ലോ, ഇങ്ങനെ തന്നെ ഹരാസ് ചെയ്തെന്ന് പറഞ്ഞ വീഡിയോ 2 മില്യൺ ആൾക്കാർ കണ്ടു. അതിനുശേഷം ഇവളുടെ ഫോളോവേഴ്സ് 11,000 ആയി. അപ്പോൾ ആൾക്കാരെ പോലെ പിന്തുണച്ചിരുന്നവരാണെന്നർത്ഥം. നമ്മളിപ്പോൾ പറയുന്ന ഇവളെ എതിർക്കുന്ന, അന്ന് ഞാനിവരെ എതിർത്തിട്ടുള്ളൂ. ഞാൻ ഇൻസ്റ്റയിൽ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അതെ, അപ്പോൾ അന്ന് ഇവളെ ഞാൻ എതിർത്തിട്ടുള്ളൂ. പിന്നീട് ഇത് നമുക്ക് മനസ്സിലായി, ആളുകൾ മുഴുവൻ എതിർക്കാൻ തുടങ്ങി. ഈ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടിയെങ്കിലും അതോടുകൂടി ഇവിടെ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് ഒരു വിശദീകരണ കുറിപ്പിട്ടു. ആ വിശദീകരണ കുറിപ്പിൽ നേരത്തെ പറഞ്ഞതിനേക്കാളും മോശമായിട്ടാണ്. അതോടുകൂടിയാണ് ഈ ദീപക് എന്ത് ചെയ്തത്, ജീവിതം മതിയാക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ അവൾ ഫേസ്ബുക്ക് പേജൊക്കെ പൂട്ടി, ഇൻസ്റ്റാ പേജ് പൂട്ടി. ഇങ്ങനെ ഒളിച്ചിരുന്നതുകൊണ്ട് കാര്യമുണ്ട്. ഇപ്പോൾ വലിയ മുങ്ങിക്കാണ്. ഇതൊന്നും ഇതിപ്പോൾ ഒരു വേറെ രീതിയിലേക്കാണ്. ഇവിടെ ഒരു മുസ്ലിം ആയതുകൊണ്ട് അറ്റാക്ക് ചെയ്യണമെന്ന് കരുതുന്ന കുറേ പേരുണ്ട്, യുവമോർച്ചക്കാർ. എന്നിട്ട് സ്റ്റേഷനിൽ പോയിട്ട് ഭയങ്കര ബഹളം വെക്കൽ, FIR ഇട്ടിട്ടില്ല. പോലീസ് പറയുന്നത് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തട്ടെ, നിങ്ങളൊരു പരാതി, ഇതിപ്പോൾ ഒരു പരാതി കൊടുത്തു, വീട്ടുകാർ പരാതി കൊടുത്തു, കമ്മീഷണർക്കും ബന്ധപ്പെട്ട ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു പരാതി അങ്ങോട്ട് കൊടുത്താൽ ഒരു ഗ്രൗണ്ട് അന്വേഷണം നടത്തിയിട്ടാണ് അത് എടുക്കുള്ളൂ. ഇത് ഇനി ഒരാൾക്കും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇവരാ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇവരൊരിക്കലും ജനുവിനല്ല. അപ്പം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അവിടെ നിന്ന് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ 2 എണ്ണം പെടക്കുക. വീഡിയോ എടുത്തോ, പക്ഷെ അത് ബ്ലർ ചെയ്ത് കൊടുത്തൂടെ? കാരണം ഇവിടെ കോടതി ഉണ്ടല്ലോ, ഒരു നിയമം ഉണ്ടല്ലോ. പോലെ സോഷ്യൽ മീഡിയ ആണോ ജഡ്ജ്? ഇത് സോഷ്യൽ മീഡിയ ആണ് എല്ലാം. ഇതൊരു ഒരു ഭ്രാന്താണ്. എല്ലായിടത്ത് അപ്പിടുന്നത് വരെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കാലമാണ്. ഇതിൻ്റെ ഇൻഫ്ലുവൻസർ എന്നുള്ള പേരും ഇവരെ ഒരു നിലവാരമില്ലാത്ത വീഡിയോ ആണ് വരെ. ഇവരിപ്പോൾ ഫേസ്ബുക്ക് പേജ് പൂട്ടുന്നതിന് മുൻപ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, ഒരു ലവലേശം മന്ദുള്ള ഒരു വീഡിയോ ഒന്നും വരില്ല. ഇനി ഇത്രത്തോളം ആ ദീപക് നിരപരാധിയാണെന്ന് അറിയാൻ ആ വീട്ടിലെത്തിയ ദീപകിന്റെ സുഹൃത്തിന്റെ ഈ പറച്ചിൽ, ഈ ഒരു കരച്ചിൽ കണ്ടാൽ മതി. മോന്റെ ക്രോസ് ബെൽറ്റാണ് വലൊക്കെ അങ്ങനെ നാല് പ്രശ്നം ഒരു വേണ്ടാതിരത്തിലേക്ക് പോണു, ഒരു അനാവശ്യത്തിലേക്ക് പോണ ഒരാളല്ല. ഓനങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടു പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു സ്വന്തമായിട്ടൊരു പേജുണ്ട്, ഫേസ്ബുക്കിൽ പേജുണ്ട്, യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റയിലുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു നല്ല കാര്യത്തിന് ഉപയോഗിക്കുക. പിന്നെ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കുറേ ഉണ്ട്. ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഇവരെ ശ്രീലക്ഷ്മി അറക്കൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവരെ സൈബർ അറ്റാക്കൊന്നും നടത്താൻ പാടില്ല, നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല, തെറി പറയാൻ പാടില്ല. പക്ഷേ പല യൂട്യൂബേഴ്സും ഇവരെ തെറി പറയുന്നത് കേട്ടോ, ഇവർ തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് നമ്മൾ ഇവരെ തെറി പറയണമെന്നൊന്നുമില്ല. അത് നമ്മുടെ ഒരു കൾച്ചറല്ല. ഓരോരുത്തർക്കും ഓരോ കൾച്ചർ ഉണ്ടാവും. പല സ്ത്രീകളും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വരെ പച്ച തെറി വിളിച്ച് വീഡിയോ ചെയ്യണം. ചെയ്തത് തെറ്റാണ്, ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു തെറ്റ്. ഇവർ ആ വീഡിയോ കണ്ടാലറിയാം അയാൾ അങ്ങനെ ഒന്നും ചെയ്തതല്ല, അയാളെ കൈ അറിയാതെ ടച്ച് ചെയ്ത്, അറിഞ്ഞും കൊണ്ടാണെങ്കിലും ചെയ്യേണ്ടുന്ന രീതി ഇങ്ങനെയല്ല. അവർക്കത് ബ്ലർ ചെയ്തിടാമായിരുന്നു, നേരെ ഇറങ്ങിയിട്ട് പോലീസിന് കൊടുക്കാമായിരുന്നു. ഇവർ പയ്യന്നൂർ സ്റ്റേഷനിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന വഴിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇതിലേറ്റവും ദുഃഖകരം എന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ പലപ്പോഴും തെറ്റായ കാര്യങ്ങളാണ് കൊണ്ടുവരിക. നമ്മളിത് ശരിയാണെന്ന് വിശ്വസിച്ചിട്ടാണ് നമ്മളിതിന് പിന്നാലെ പോവുക. അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടെന്ന് കരുതിയിട്ട് വിശ്വസിക്കണ്ട. ഏറ്റവും ഇതിൻ്റെ ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ഇതുപോലെ ഒരു അക്രമം നേരിട്ട് കഴിഞ്ഞാൽ ഇനി പറയാൻ മടിക്കും, ഇനി പറഞ്ഞാൽ ആൾ വിശ്വസിക്കില്ല. അപ്പോൾ ഇത് മെൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ ടീമൊക്കെ, രാഹുൽ ഈശ്വരൊക്കെ വന്ന് ഇത് ആ രീതിയിലൊക്കെ പരാതി കൊടുത്ത് ഇത് വലിയ സംഭവമായിട്ട് മാറണം. ഇനി നല്ലപോലെ ആ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുമോ? ഒരു മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റും. ഏത് ദുബായിൽ പോയി ഒളിച്ചാലും ആ ദീപകിൻ്റെ കർമ്മ എന്നൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ അനുഭവിക്കുന്നുള്ള ഉറപ്പാണ്. അവൾ അനുഭവിക്കും, അല്ലാതെ പോവില്ല. നിങ്ങൾക്ക് ദീപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾ രക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരിക്കാം, പണമുണ്ടായിരിക്കാം, സ്വാധീനമുണ്ടായിരിക്കാം.
പക്ഷേ പടച്ച റബ്ബ് വെറുതെ വിടും തോന്നുന്നില്ല. കാരണം ആ ദീപക് അനുഭവിച്ചൊരു വേദന നിങ്ങളും അനുഭവിച്ചേ പോകും.